ഓർഡർ. ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ പാറയ്ക്കൽ അബ്ദുള്ള, ശ്രീ കെ പ്രേംകുമാർ, ശ്രീ BP സജീന്ദ്രൻ എന്നിവരെ 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിലേക്കുള്ള ചെയർപേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള റൂൾ 50 ഉപക്ഷേപം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവും വാണിജ്യ ഗാർഹിക പാചകവാതകത്തിൻ്റെ വിലവർധനവിന് പുറമെയുള്ള ലഭ്യതക്കുറവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് എന്നും ഹോട്ടൽ റെസ്റ്റോറൻ്റ് മേഖലയിലും രൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നതിനാലും ഇതിൽ സംസ്ഥാന സർക്കാർ ഇടപെടാത്തതായി പറയുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവശ്രീ KN ബാലഗോപാൽ, ശ്രീ K രാജൻ, ശ്രീ PK പ്രവീൺ എന്നിവർ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇവിടെ റൂൾ 50 അനുസരിച്ച് തന്നിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഭാഗികമായി ശരിയാണ്. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവും വാണിജ്യ ഗാർഹിക പാചകവാതകത്തിൻ്റെ വില വർധനവ് തീർച്ചയായിട്ടും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും നമ്മുടെ നാണ്യപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഗൾഫ് യുദ്ധത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായി ഈ പെട്രോൾ ഡീസൽ വില വർധനവ് വരുത്തുന്നതും പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല കൂട്ടുന്നത്, ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മെയ് 15 മുതൽ 4 പ്രാവശ്യമാണ് പെട്രോൾ ഡീസൽ വില വർധനവ് വരുത്തിയിട്ടുള്ളത്. മെയ് 15-ാം തീയതി കൂട്ടി, മെയ് 19-ാം തീയതി കൂട്ടി, 23-ാം തീയതി കൂട്ടി, 25-ാം തീയതി കൂട്ടി. അതിനുശേഷം ഏത് സമയത്തും ഇനിയും വർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നുണ്ടാകുന്നത്. ഇനിയും വിലവർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ, മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, നാണ്യപ്പെരുപ്പം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും. സർ, പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പൂർണ്ണ സെഷൻ നമ്മൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് വളരെ അടിയന്തരമായൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ് പുതുതായി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വിഷയം എടുക്കാതിരിക്കാൻ എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ടാണ്. സർ, ഇത് ഈ സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ ഈ നമ്മുടെ ഇന്നത്തെ മറ്റ് സഭാ ചർച്ചയിൽ ഇതിനൊരു സമയം അനുവദിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയുണ്ടായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 3-4 തവണ കഴിഞ്ഞ മാർച്ച് 31 ശേഷം വില വർദ്ധിച്ചു, ഇനിയും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു. അന്തർദേശീയ വിപണിയിൽ ക്രൂഡിൻ്റെ വില 104 ഒക്കെ ആയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരും. ഇനിയും വില കൂടിക്കൊണ്ടിരിക്കാം. അത്
എന്നെങ്കിലും ഒരു സമയത്ത് ഈ വിലവർദ്ധനവ് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ സാർ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. സാർ ഇങ്ങനെ വിലവർദ്ധനവ് വന്നിട്ട് ആ വിലവർദ്ധനവ് നിർത്തി ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും സാർ? സാർ ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥയുണ്ടോ എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു, ഈ സഭ അംഗീകരിക്കുന്നതാണ്, നാട്ടുകാർ അറിയുന്നതാണ്. സാർ നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച് 31 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭീമമായ വിലവർദ്ധനമാണ് സാർ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വന്നിരിക്കുന്നത്. സാർ നമ്മുടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1883 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 3133 രൂപയായി വർദ്ധിച്ചു എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുകയാണ്. ഇന്നിപ്പോൾ ഹോട്ടലുകൾ പ്രായോഗികമായി പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. സാർ പെട്രോളിൻ്റെ വില 113 രൂപ 66 പൈസ, ഡീസൽ 102 രൂപ എന്ന നിലയിലാണ് വർദ്ധിച്ചത്. സാർ ഇതിനകത്ത് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയൊരു പ്രശ്നം കൂടിയുണ്ട്. ബിറ്റുമിൻ്റെ വില, ടാറിൻ്റെ വില 54 രൂപ 54,000 നിന്നും ഏകദേശം 1,00,000 രൂപയായിട്ട് വർദ്ധിച്ചു. നമ്മുടെ ഫ്യൂവലിൻ്റെ വിമാനത്തിനുള്ള ഫ്യൂവലിൻ്റെ വിലയും വർദ്ധിച്ചു. സാർ ഇങ്ങനെയുള്ള വിലവർദ്ധന വരുമ്പോൾ മുൻപ് എങ്ങനെയാണ് സാർ ചെയ്തിരുന്നത്? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദം ഉയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? സാർ കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 രൂപ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ റേറ്റുണ്ട് സാർ. സാർ കണക്ക് ഇതിനകത്ത് കൂട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സാർ. കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ 30%-30%-ലധികമാണ് പെട്രോളിന്, ഡീസലിന് 22% അധികമാണ്. അപ്പോൾ ഓരോന്നിനുമുള്ള ശതമാനം അനുസരിച്ചിട്ട് അധികമായി വർദ്ധിക്കുന്നത് ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സാർ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാർ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ നല്ല മെച്ചമുണ്ട്. ഇപ്പോൾ കൃത്യമായി കണക്ക് പറഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുന്ന ഗുണം, അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ്. സാർ കൃത്യമായ ധാരണയുണ്ട് സാർ. നമുക്ക് 150 മുതൽ 180 കോടി രൂപ വരെ ഒരു മാസം സംസ്ഥാന ഗവൺമെൻറ്റിന് ഖജനാവിലേക്ക് അധികമായിട്ട് ഈ വില വർധന വഴി വരും. സാർ ആ വർധന വരുന്നുണ്ട്. ആ വർധന അടിസ്ഥാനത്തിൽ എന്തായാലും 1000 കോടി 1500 കോടി മേളിൽ വരും, 1000 കോടിയിലധികം വരുമല്ലോ സാർ വർധന. സാർ ഇങ്ങനെ വരുന്ന വർധനയുണ്ട്. ആ വർധന കൃത്യമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സാർ ഏറ്റവും പ്രധാന പ്രശ്നം കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. സാർ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് എങ്ങനെ സാർ? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നാട്ടിലാകെ ഉണ്ടാകുന്ന വില വർധനവ് എല്ലാ മേഖലയും ബാധിക്കും. ആളുകളുടെ യാത്രയെ ബാധിക്കും, സാധനങ്ങളുടെ വിലയെ ബാധിക്കും, ഫിഷിംഗ് ബോട്ടിൻ്റെ രംഗത്ത് ഫിഷിങ്ങിന് പോകുന്നതിന് ബാധിക്കും, എല്ലാ തൊഴിലിനെയും, ടൂറിസം മേഖലയെ ബാധിക്കും, എല്ലാം ബാധിക്കും. സാർ ടാറിങ്ങിൻ്റെ പണി പറഞ്ഞു അത്ര നാളുകളായി റോഡ് പണി നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല. സാർ ഹോട്ടലുകളിൽ ഇപ്പോൾ പല സ്ഥലത്തും ഊണില്ല, പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന നിലയിലല്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിനകത്ത് കൃത്യമായൊരു നിലപാട് വേണം. ഇവിടെ ഈ വർധന കൃത്യമായിട്ട് അവർക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് സാർ. സാർ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. അതിനകത്തും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കണം. സാർ ഞാൻ ഓരോന്നിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണക്ക് പറയുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ ഏത് വർധനവും അവർക്ക് വലിയ തോതിൽ അവർക്ക് ഗുണമുണ്ടാവും സാർ. സാർ ബേസിക് എക്സൈസ് ഡ്യൂട്ടി 1 രൂപ 40 പൈസ മാത്രം അവർ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ 19 രൂപ 90 പൈസയാണ് പിന്നെ എക്സൈസ് ഡ്യൂട്ടി മാത്രം, പെട്രോളിന് മാത്രം 1 ലിറ്റർ മേടിക്കുന്നത്. സാർ കമ്പനികളുടെ ലാഭം, അവരുടെ ഡിവിഡൻഡ്, പെട്രോളിയത്തിൻ്റെ മറ്റ് ലാഭം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വർഷം 4,15,244 കോടി രൂപ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അധികമായി വരുന്നുണ്ട് സാർ. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ളയടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ കൊള്ളയടിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ്. സാർ ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് എടുത്തിട്ടുള്ള നിലപാടെന്താണെന്ന് മുമ്പ് സാർ ഞങ്ങൾ
2018-ലും 22-ലും 2 ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യവും കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം വന്നില്ല. 2018-ൽ 1 രൂപ ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു പെട്രോളിന്. അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത് സർ. അതുപോലെ 2022-ൽ കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ കുറവ് വന്നപ്പോൾ അപ്പം തന്നെ അത് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു സർ. സർ, നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് സർ. ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ കുറച്ച് സബ്സിഡി ഡീസലിന് കൊടുക്കാൻ പറ്റേണ്ടതാണ്. സെലക്ട് ചെയ്തിട്ട് പാചകവാതകം, ഞാൻ വീട്ടിൽ പാചകവാതകത്തിൻ്റെ കാര്യം പറഞ്ഞു സാർ. പാചകവാതകം കിട്ടാനില്ല. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു. അടുത്ത കുറ്റി കിട്ടുമെന്ന് ഉറപ്പില്ല. വാണിജ്യ സിലിണ്ടറിൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. പാചകവാതകത്തിന് ആ സബ്സിഡി കൊടുക്കണം സർ. സർ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് പറയാം. ഇപ്പം ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്. അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം സാർ. അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അതെ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അല്ല അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ് 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് സാർ. എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആയിരുന്നു സാർ. കഴിഞ്ഞ 15-ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നില്ല സാർ. അതൊക്കെ തരാതിരുന്നതാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത് സാർ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെൻറ്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികമുണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട് സർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്ന് തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്. 25 പൈസ ഉള്ളായിരുന്നു പെട്രോളിന്, 1 ലിറ്റർ പെട്രോളിന്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വില കയറിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. 25 പൈസ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ 102 113 രൂപയാകുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ സാർ? ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയാം. ഞങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ സംസ്ഥാനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് സാർ ടാക്സിൻ്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ ഡിവിസിബിൾ പൂളിലെ വരുമാനം മാത്രമല്ല സാർ, ടാക്സിൻ്റെ കാര്യത്തിൽ GSTയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ വരുമാനം ഓരോ മാസവും ഇന്ത്യൻ ആവറേജിനേക്കാളും വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ. അതിൻ്റെ വരുമാനം കൂടിയുണ്ട് കേരളത്തിൽ. വിലവർധന കാരണം ഉണ്ടാകുന്ന ടാക്സുകൾ വരും. അപ്പോൾ വരുമാനമുണ്ട്. ഇതൊരു ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൽ തന്നെ കുഴപ്പത്തിലാക്കി പറയാനല്ല. പക്ഷെ സാധാരണ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനം വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ. തൊഴിലാളികൾ വന്നാലേ സാർ കോട്ടയത്തായാലും ഇവിടെ ആയാലും ആൾക്ക് ജോലി ചെയ്യാൻ പറ്റും സാർ. തൊഴിലാളിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാർ. ഈ തരത്തിൽ പാചകവാതകം കിട്ടാതെ ഉൾപ്പെടെയുള്ള റോഡ് പണി നടക്കാതെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും, സംസ്ഥാനം ചെയ്യേണ്ട കാര്യവും പറയേണ്ടി വരും. അത് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്യണമെന്നാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല അതിനകത്ത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് വരരുത്, വാക്ക് പാലിക്കുന്നതാണ് എന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി സാർ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതുവരെയുള്ള വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്.
ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം. ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്. ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെൻറ്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിൻ്റെ വില വർധനവിൻ്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന ഇവിടെ ഈ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പോൾ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പോൾ ഉപദേശിച്ചത്? അതാണ് ചോദ്യം. അതാണ് എൻ്റെ ചോദ്യം. പിന്നീട് ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വിലവർധനവുണ്ടായ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 500 കോടി രൂപയാണ്. 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടണ്ടേ? ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത് കേരള ഇക്കോണമിയുടെ മീതെ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗൾഫ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒരു വശത്ത് കുറയാണ്. യുദ്ധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ പാചകവാതകത്തിൻ്റെയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ, നാണ്യപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വീണ്ടും അത് താങ്ങേണ്ട സ്ഥിതിയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകും. LPG സിലിണ്ടറിൻ്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്.
ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്തയിലാണ് യഥാർത്ഥത്തിൽ സിലിണ്ടർ നടക്കുന്നത്. അതിൽ ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് വാഹനത്തിൽ കൊണ്ടുപോയ അനധികൃതമായി കൊണ്ടുപോയ സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിശക്തമായ നീക്കം, ഈ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ തരത്തിലും ഈ ക്രൂഡ് ഓയിലിന്റെ വില, ഈ LPGയുടെ വില വർദ്ധിച്ചത് ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രണത്തിനും ഈ LPG ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇനി പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. അല്ല, അന്നത്തെ എൻ്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഈ 2 രൂപ ഇപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ വർദ്ധിച്ചാൽ, കാരണം കേരളം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രക്കുകളിലാണ് വരുന്നത്. ഡീസലാണ്. പെട്രോളിനെക്കാളും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് ഡീസലാണ്. ഡീസൽ കൺസംഷനാണ്. ആ ഡീസൽ കൺസംഷൻ മാഹിയിൽ വരുമ്പോൾ വേറെ വില, തമിഴ്നാട് അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില, കർണാടക അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില. വലിയ വില വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രക്കുകൾ അവർ ഫുൾ ലോഡ് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരും, ഫുൾ ലോഡ്. അപ്പം ഞാനൊന്ന് പറഞ്ഞു, ഇതിൻ്റെ നിങ്ങൾ ഈ 2 രൂപ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നികുതി നഷ്ടം ഉണ്ടാവും. കാരണം ഡീസലിൻ്റെ കൺസംഷൻ കുറയും എന്ന് പറഞ്ഞു. അന്ന് അങ്ങ് പരിഹസിച്ചൊന്നും ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു ഒരു കൺസംഷനും കുറയാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തു വെച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഡീസൽ കൺസംഷൻ്റെ കണക്ക് കാണിച്ചു തന്നു. 1.5 കോടി ലിറ്ററിൻ്റെ ഡീസലിൻ്റെ കൺസംഷൻ കുറവുണ്ടായി. 1.5 കോടി ലിറ്റർ. തെറ്റായ തീരുമാനമായിരുന്നു ആ സെസ് കൂട്ടാനുള്ള തീരുമാനം. അന്നത്തെ കാലത്ത് തെറ്റായ തീരുമാനം. കാരണം ഈ ട്രക്കുകളെല്ലാം പുറത്തുനിന്ന് അടിച്ചു. അതുമാത്രമല്ല, ഇപ്പോഴും കേരളത്തിലേക്ക് അനധികൃതമായ ഡീസൽ, ഈ പെട്രോൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു ടാക്സും കൊടുക്കാതെ, നമുക്ക് ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ഒരു ടാക്സും കൊടുക്കാതെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുക. അത് തടയാനുള്ള അതിശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അങ്ങയുടെ കാലത്താണ് ഈ അപകടം മുഴുവൻ ഉണ്ടായത്. ഈ അപകടം മുഴുവൻ 1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറയുകയും വ്യാപകമായ നികുതി നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്തത് ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി, ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള കുറവുകൾ മനസ്സിലാക്കി ഞങ്ങൾ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. വിലവർദ്ധനവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ ഫസ്റ്റ് പ്രയോറിറ്റി. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അതാണ്. വിലവർദ്ധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വിലവർദ്ധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അങ്ങ് ഫിനാൻസ് കമ്മീഷൻ്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായി മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്നും പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസ്ക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ, അത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പേപ്പറാണ്. അതിനുള്ള മറുപടി ഉണ്ടാവും.
അതുകൊണ്ട് ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചെയർ കരുതുന്നതിനാൽ ഉപക്ഷേപം അവതരിപ്പിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നു. വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഘട്ടത്തിൽ മാത്രമായി എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. സർ, ഇവിടെ നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നില കൃത്യമായി തന്നെ പാലിച്ചു കൊണ്ടു പോകുന്നുണ്ടോ? അതും നാം ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. സർ, എന്തിനാണ് അത് നിർത്തിവെച്ചത്? അമേരിക്കക്ക് ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്ക് 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചിരുന്നു. അതുപോലും അമേരിക്കയുടെ താൽപ്പര്യത്തിന് വേണ്ടി ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെൻറ് സ്വീകരിച്ചത്. സർ, നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ആകെ വിലവർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും രാസവളം മുതൽ കൃഷി, യാത്ര, ചരക്ക് ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലും രൂക്ഷമായ വിലവർദ്ധനവുണ്ടായിരിക്കുന്നു. വൻതോതിലുള്ള പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ സമ്മതിക്കുന്നുണ്ട്. സർ, ഇവിടെ ഓർക്കേണ്ട കാര്യം, 2004
പെട്രോളിൻ്റെ വില 33 രൂപ 71 പൈസയായിരുന്നു. 2017 ആയപ്പോൾ 72 രൂപ 26 പൈസയായി. ഇപ്പോഴോ 115 രൂപ 49 പൈസ. ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാകണ്ടേ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവണ്ടേ? ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണ്ടേ? സർ, നമ്മുടെ പല സംസ്ഥാനങ്ങളിലും LPGക്കുള്ള മൊത്തം വിലയിൽ 57% നികുതി ഇനത്തിലുള്ളതാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെസ് ഉണ്ട്. അതുപയോഗിച്ച് കേന്ദ്രത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നടപ്പാക്കാനാവില്ലേ? അതിനും തയ്യാറാകാത്ത അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധനയുണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. ഇവിടെ 30.8% നികുതിയും ലിറ്ററിന് 1 രൂപ എന്ന രീതിയിൽ എഡീഷണൽ സെയിൽസ് ടാക്സും 1% സെസ്സും ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പെട്രോളിന് ചുമത്തിയിരിക്കുകയാണ്. ഡീസലിനാണെങ്കിൽ ഇത് 22.76%. അപ്പോൾ ഇതിൽ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച സംഭവിച്ച കാര്യം അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി. പെട്രോളിന് 7 രൂപ 35 പൈസയുടെയും ഡീസലിന് 7 രൂപ 53 പൈസയുടെയും വർധനവാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഒത്താശ ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ധന വില വർധനവ് രാജ്യത്താകെ അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിനാണ് വഴിവെക്കുക. ഇവിടെ കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിക്കുമ്പോൾ എടുത്തിരുന്നത്. അത് സംസ്ഥാനം നികുതി കുറച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കും എന്നുവരെ അന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നിലയിലുള്ള ഒരു വിലവർധനവല്ല, അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. സർ, ഇന്ധന പ്രതിസന്ധി മൂലം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായം തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. വ്യാവസായിക സിലിണ്ടറിൻ്റെ വില കുത്തനെയാണ് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 19 കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3140 രൂപയാണ്. നേരത്തെ ഇത് 1615 രൂപയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള 70,000-ഓളം വരുന്ന ഹോട്ടലുകൾ, അവയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മെനു പരിഷ്കരിച്ച് താൽക്കാലികമായി പ്രവർത്തിച്ചു പോരുകയാണ്. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവ മാത്രമല്ല ബേക്കറികൾ, തട്ടുകടകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം ഇന്ധന ചെലവ് വല്ലാതെ ഉയരുകയാണ്. ഇത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കാനിടയാക്കും. സർ, ഇതും നാട്ടിലെ സാധാരണക്കാരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഓർഡിനറി സ്വകാര്യ ബസ്സുകൾ, നമ്മുടെ KSRTC, ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാകാനാണ് പോകുന്നത്. പ്രതിദിനം 400 മുതൽ 450 കിലോ ലിറ്റർ വരെ
ഡീസൽ ഉപയോഗിക്കുന്ന KSRTCയുടെ സാമ്പത്തിക ഭദ്രതയെ ഈ വിലവർദ്ധനവ് തകിടം മറിക്കാനാണ് പോകുന്നത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ജൂൺ 1 മുതൽ ടിക്കറ്റ് നിരക്കിൽ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിദിനം 70 മുതൽ 110 ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന സാധാരണ സ്വകാര്യ സ്റ്റേജ് കാരിയറുകൾ അവയും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇന്ധനവില മാത്രമല്ല, ഓയിൽ, ടയർ ഇവയുടെയെല്ലാം വില വിപണിയിൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഗ്രീസിന് മാത്രം കിലോഗ്രാമിന് 60 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി മേഖലയും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർ, ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇവിടെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് സാർ. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് സാർ. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് സാർ. സാർ, ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സ്തംഭനാവസ്ഥ കേരളം അഭിസംബോധന ചെയ്യുകയാണ്. സാർ ഇവിടെ പറഞ്ഞതുപോലെ പാചകവാതകത്തിന്, പെട്രോളിന്, ഡീസലിന് എല്ലാത്തിനും വില കൂട്ടിയ നടപടി ഉണ്ടാവുകയാണ്. ക്രൂഡ് ഓയിൽ ബാരലിന് വില കൂടുമ്പോൾ ആ വില കൂടുന്നത് കൂട്ടുകയും എന്നാൽ ബാരലിന് ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ആ കുറഞ്ഞത് കുറയ്ക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് സാർ അക്ഷരാർത്ഥത്തിലുള്ള പ്രശ്നം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്തംഭനാവസ്ഥ. പെട്രോൾ, ഡീസൽ വില കൂടിയത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് കിട്ടാതിരിക്കുന്നത് ജനുവരി മാസത്തിൽ 1691 രൂപയുണ്ടായിരുന്ന ഗ്യാസിന് തിരുവനന്തപുരത്ത് 3152 വരെ വാണിജ്യ ഗ്യാസിന് വർദ്ധിപ്പിച്ചതടക്കം ഗ്യാസ് രംഗത്തുണ്ടായ സ്തംഭനാവസ്ഥയും വിലവർധനവും. സാർ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ചേർന്നതല്ലെങ്കിലും ടാറിൻ്റെ വില വല്ലാതെ കൂടിയതനുസരിച്ച് അങ്ങയുടെ ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ സ്തംഭനാവസ്ഥയിലേക്ക് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ പോയത്. അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള അതിഥി തൊഴിലാളികൾ പോയത്, തിരിച്ചു വരാത്തത്. യഥാർത്ഥത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും എന്ന് മാത്രമല്ല, ഹോട്ടലുകൾ ഉൾപ്പെടെ തുറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കേരളം പോവുകയാണ്. ഈ ഘട്ടത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണം എന്നാണ് സാർ ഈ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. സാർ, അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ കേന്ദ്ര നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും കുറയ്ക്കണമെന്ന് അതിശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം സാർ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് എന്ന് ഈ സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷേ സാർ മനസ്സിലാക്കേണ്ടത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികളെ എന്ന് ചുമതലപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പിന്മാറിയോ അന്നു മുതൽ ഈ ദുരന്താവസ്ഥ ഇന്ത്യയാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ആ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം എന്ന് മാത്രമല്ല, കേരളം ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയവും മാന്യവുമായിട്ടുള്ളൊരു നടപടിക്ക് കിടക്കാൻ തയ്യാറാവണം സാർ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇനി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകമായൊരു ഘട്ടത്തിലെത്തിച്ചേർന്ന് കുറയ്ക്കാം എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സാർ. എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില കൂടുമ്പോഴുണ്ടാകുന്ന കേരളത്തിന് ലഭ്യമാകുന്ന അധിക വരുമാനത്തെ എങ്ങനെ കുറച്ചും, അധിക വരുമാനം കുറയ്ക്കുക മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും ഭക്ഷ്യരംഗത്തെ വിതരണത്തിൻ്റെ പ്രതിസന്ധിയും മറികടക്കാൻ
സബ്സിഡികൾ ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങൾ അവലംബിച്ചും എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും എന്ന് രാഷ്ട്രീയത്തിനതീതമായി ഉത്തരവാദിത്തപ്പെട്ട ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ സഭ നിർത്തിവെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സാർ, കേരളത്തിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ കഴുത്തിൽ തോളിൽ എന്തെങ്കിലും ഭാരം വെച്ച് പോകാവുന്ന വന്നവരല്ലല്ലോ ഞങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസിൽ ഞങ്ങൾ 3000 കോടി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞല്ലോ. സാർ, ഇത് 10 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയ കടമല്ല സാർ. 2016 ഞങ്ങൾ 500 കോടി രൂപയുടെ കടം കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് തോളത്ത് ഏറ്റുവാങ്ങിയതാണ് സിവിൽ സപ്ലൈസിൽ. 10 വർഷക്കാലം, ഞാൻ പറഞ്ഞോട്ടെ, 10 വർഷക്കാലം ഈ കേരളത്തിൽ 8 വർഷം തുടർച്ചയായി 14 ഇനങ്ങൾക്ക് വില കൂട്ടാതെ കൊണ്ടുപോയതടക്കം മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ 1400 കോടിയേ ഉള്ളൂ സാർ. ബാക്കി 1600 കോടിയും നെല്ല് സംഭരണത്തിൻ്റെ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള കാശ് കൂടിയല്ലേ. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടല്ലോ. സാർ, ഞാൻ വഴങ്ങുന്നില്ല, വാക്കൗട്ട് പ്രസംഗമാണ്, ഞാൻ വഴങ്ങുന്നില്ല. ഈ പ്രചരണം പറഞ്ഞ് അങ്ങനെ തോളത്തിന്റെ കണക്ക് പറഞ്ഞൊഴിയുന്നതിന് പകരം ഈ പ്രതിസന്ധിയിൽ മലയാളി എങ്ങനെ രക്ഷിക്കണം എന്നതല്ലേ സാർ പ്രശ്നം. ഞങ്ങൾ ഒരു മണ്ടത്തരവും അദ്ദേഹത്തെ ഉപദേശിക്കുന്നില്ല, ഈ ഗവൺമെന്റ് ഉപദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം ഉപദേശിച്ചാൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റാണിത് എന്ന് ഞങ്ങൾ ധരിക്കുകയും ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതേ സീറ്റിലിരുന്നു കൊണ്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനത്തിൽ പുതുയുഗത്തിലേക്ക് കടക്കുന്ന കേരളത്തിൽ അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോൾ തയ്യാറുണ്ടോ എന്നറിയാൻ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന് മാത്രമല്ല 3.25 കോടി വരുന്ന മൂക്ക് താഴോട്ട് നീണ്ട മലയാളിക്ക് അവസരവും അവകാശവുമുണ്ട് എന്നതാണ് പ്രശ്നം. സാർ, അതുകൊണ്ട് ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗുരുതരമായൊരു പ്രശ്നമായിരുന്നു. സാർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 വർഷക്കാലത്തിനിടയിൽ ഇത്തരത്തിലുള്ള 18 പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ചു ചർച്ച ചെയ്ത പാരമ്പര്യമുള്ളവരാണ് സാർ. നല്ലതുപോലെ നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നത്തിൽ ഈ കേരളം ആകെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എക്സൈസ് ഡ്യൂട്ടിയും അധിക നികുതിയും ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും കേരളത്തിന് എന്തു ചെയ്യാമോ അത് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയും സബ്സിഡികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ വല്ലാതെ ബാധിക്കാൻ പോകുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം എന്ന ആവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ് സാർ. ഓക്കെ സാർ, കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ ഒരു പോയിന്റ്, ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അല്ല, അദ്ദേഹം ഇതിനകത്തെ കക്ഷിയല്ല, അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. സാർ, അതല്ല, വളരെ സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് 2 ഗവൺമെൻറ്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, ചെറുതായിട്ട് ഇന്റർഫിയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇന്റർഫിയർ ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ഈ വോക്കൗട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാണ്. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അല്ല, തുടങ്ങിയത് കൊണ്ട്, തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്, അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല മൈക്ക്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത്
അടുത്ത വാക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച് അതിൻ്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിൻ്റെ വില വർധനവിനെ സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലും ടാറിൻ്റെ വില വർധനവുമില്ല. ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് ടാറിൻ്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. നമുക്ക് വേറെ വിഷയങ്ങൾ വരും. വാക്ക് ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച ഒരു സെക്കൻഡ് സ്പീച്ചല്ലേ, നമ്മളൊരു സാവകാശം കാണിക്കൂ, ഒരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ചല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്. ഈ ഗുരുതരമായ ഒരു സാമ്പത്തിക ബഹുമാനപ്പെട്ട അങ്ങ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കേൾക്കോ, ഗവർണർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് റെസ്യൂം ചെയ്യൂ. അങ്ങ് റെസ്യൂം ചെയ്ത് വാക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി അവരെ അനുവദിക്കാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ, എന്താ സംസാരിക്കാത്തത്? അവിടെ മൈക്ക് തന്നിട്ടുണ്ട്. മൈക്ക് തന്ന് വാക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അങ്ങേക്ക് വാക്കൗട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. ഒരു സെക്കൻഡ്. പ്രവീൺ, വാക്കൗട്ട് പ്രസംഗം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താലും ഞാൻ ആദ്യതേ പറഞ്ഞു. പ്രവീണിന്റെ വാക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് നിർവഹിക്കാം. വാക്കൗട്ട് പ്രസംഗം നടത്തിക്കോളൂ. നല്ലതാ, അദ്ദേഹത്തെ അനുവദിക്കതിന്. പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വാക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം. പുതിയൊരു മെമ്പർ എന്ന നിലയിൽ സാറുടെ ഉദാരമനസ്കത ഞങ്ങളോട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, തുടർച്ചയായി ഉണ്ടാവുന്ന
ഇന്ധനവില വർധനവ് നമ്മുടെ നാടിൻ്റെ സമസ്ത മേഖലയിലും സാരമായി ബാധിക്കുകയാണ് സാർ. അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഇന്ധനവില കൂടുന്നുവെന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ കൂടിയാണ് നാം സാക്ഷിയാവുന്നത്. നേരത്തെ ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റും സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയും സ്തംഭിച്ച അവസ്ഥയിലാണ് സാർ. കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതേപോലെ ഗതാഗത മേഖല എല്ലാം സ്തംഭിച്ച അവസ്ഥയായിരിക്കണേ. എന്തിന് പുതുതായി സ്കൂൾ വിദ്യാലയം തുറന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ വമ്പിച്ച വിലയാണ് കൊടുക്കേണ്ടി വന്നത്. സാർ, ഇതിന് കാരണം ഇന്ധനവിലയിലുണ്ടായ വർധനയുണ്ടായ മാറ്റങ്ങളാണ് സാർ. അത് പിടിച്ചു നിർത്താൻ ഈ സർക്കാരിന് എന്ത് സാധിക്കുമെന്നാണ് ചോദിച്ചത്. പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ഞങ്ങൾ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കൂടി കാക്കൂ. പക്ഷെ ഇനി പഠിക്കാൻ ഒന്നുമില്ല സാർ. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനി പുതിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കാനില്ല സാർ. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഇന്ധനവിലയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് കേന്ദ്രം പ്രഖ്യാപിക്കുള്ളൂ. അതുവരെ കാത്തു നിന്നാൽ ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകും. അതിനൊരു നടപടി എടുക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതുകൂടാതെ പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ, ചേരിചേരാ നയത്തിലൂടെ ഇന്ത്യയും ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല സാർ. കാരണം പല വമ്പന്മാരുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ അവരുടെ മുന്നിൽ തലകുലിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല സാർ. സാധാരണക്കാരുടെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ വില വർധനവിൽ പ്രതിഷേധിക്കുകയാണ് സാർ. അതേപോലെ ഏറ്റവും പ്രധാനമായ ഗൗരവപൂർണമായ വിഷയമാണ് ഈ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചത് ഞാൻ വാക്കൗട്ട് നടത്തിയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയിന്റ് ഓഫ് ഓർഡർ നേതാവും അത് കഴിഞ്ഞ് ആ സബ്ജക്റ്റ് പോയല്ലോ. പോയിന്റ് ഓഫ് ഓർഡർ. ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ KN ബാലഗോപാലും നടത്തിയ പ്രസംഗങ്ങളിൽ 307 ചട്ടം 307 ഞാൻ പറഞ്ഞു സർ, ചട്ടം 307 പ്രകാരം 307 ശ്രീ മുരളി, ഞാനൊരു കാര്യം 307 എന്ന് പറയുന്നത് എക്സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. ആ എക്സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പിനകത്ത് നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു കാര്യവും വരുന്നില്ല. അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കൂ, നമ്മളിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വോക്കൗട്ട് പ്രസംഗം നടന്നു. ആ പ്രസംഗത്തിൻ്റെ അവസാനത്തെ പ്രസംഗം നടന്നു. പക്ഷേ ശ്രീ ഗോപകുമാർ മധ്യത്തിലൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലും നമ്മൾ സമ്മതിച്ചു. ഇനി നമുക്കത് പ്രൊട്രാക്ട് ചെയ്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് റെസ്യൂം ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങ് സംസാരിക്കാനുള്ളത് ഇനി ഡിസ്കസ് ചെയ്യാൻ വേറെ സന്ദർഭം വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കതൊക്കെ ചെയ്യാം. അങ്ങ് ചെയറിനോട് സഹകരിക്കൂ. അങ്ങ് ചെയറിനോട് ഒരു സഹകരിക്കൂ. ഇല്ല, 307 ആണ് പറയുന്നത്. 307 ഇത് വരികയില്ല. അദ്ദേഹം 307 ആണ് പറഞ്ഞത്. 307 അത് വരില്ല എന്ന് ചെയർ തന്നെ റൂൾ ചെയ്ത് കഴിഞ്ഞു. ആ പ്രശ്നം ഇവിടെ അവസാനിച്ചു. നമുക്ക് മുമ്പിൽ അതില്ല. പിന്നെ നമ്മളുടെ ശ്രീമുരളി നമ്മൾ കേൾക്കൂ. അങ്ങ് ചെയറുമായിട്ട് സഹകരിക്കൂ. കേൾക്കൂ, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തന്നെ റെഫർ ചെയ്ത് നോക്കി. 307 അങ്ങ് ഇവിടെ കോട്ട് ചെയ്തത്. 307 എക്സ്പെൻഡ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞതിനകത്ത് ഇപ്പോൾ വോക്കൗട്ട് പ്രസംഗത്തിനകത്ത് ഏത് എക്സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ആ വോക്കൗട്ട് പ്രസംഗത്തിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാകട്ടെ. അതുവരെ അങ്ങ് ചെയറിനോട് സഹകരിക്കൂ. ഓക്കെ, താങ്ക് യു. പ്ലീസ് റെസ്യൂം യുവർ സീറ്റ് പ്ലീസ്.